അഡ്വക്കേറ്റ് പ്രമോദ്, സാമാന്യ ബോധമുള്ളവർക്ക് പോലും അറിയാം ഈ കേസിൽ പി ദിവ്യ മാത്രമല്ല പ്രതി. ഇപ്പം നേരത്തെ സ്റ്റാലിൻ സാർ പറഞ്ഞു കലക്ടറെ പ്രതി ചേർക്കാം, പ്രശാന്തനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്നാണ് ഞാൻ പറയുന്നത്, പ്രശാന്തനെ എങ്കിലും പ്രതി ചേർക്കാം. മാത്രമല്ല അതുകൊണ്ടും അവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നോക്കൂ, പെട്രോൾ പമ്പ് പോയിട്ട് ഒരു മുറുക്കാൻ കട പോലും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി പ്രശാന്തനില്ല. അപ്പോൾ അയാൾ ആരുടെയോ ബിനാമിയാണ്. ആ ബിനാമിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ടല്ലേ പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാത്തത്? ഈ കോൺസ്പിറസി പാർട്ട് അന്വേഷണ വിധേയമാക്കാത്തതും അതുകൊണ്ട് തന്നെയല്ലേ അഡ്വക്കേറ്റ് പ്രമോദ്? തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, 3 സ്ഥലത്ത് അഴിമതി വന്നാൽ ഈ രാജ്യം നന്നാവില്ല. 1 ഒരു ഡോക്ടർ, 2 ഒരു ജുഡീഷ്യറി, 3 പോലീസ്. ഈ കേസിൽ ഈ 3 ഡിപ്പാർട്ട്മെന്റും കറപ്റ്റഡ് ആയി കഴിഞ്ഞു. കാരണം ഒന്ന് അനിൽജി നോക്കിക്കോളോ, ദിവ്യയുടെ സ്പീച്ച് കണ്ടവർക്കറിയാം എന്താണ് അവർ പറയുന്നത്. തൊട്ടുപുറകെ ഒരു പ്രശാന്തൻ മെയിൽ അയച്ചു എന്ന് പറയുന്നു. ഈ മെയിൽ അയച്ചാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മെയിലിൽ ടൈമും ഡേറ്റും എല്ലാം കാണാം. മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നാ പറയുന്നത്. പിന്നീട് കാണുന്നു ആ പ്രശാന്തൻ പതുക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. അത് കഴിഞ്ഞു കലക്ടറുടെ റോഡ്. ആദ്യം അദ്ദേഹം ഒന്ന് പറയുന്നു, പിന്നെ മാറ്റി പറയുന്നു. ഒരു IAS-കാരൻ, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ ഇരിക്കുന്ന ഒരാള് പോലും കൂടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഇയാളാണോ ഒരു ജില്ലയുടെ എന്താ പറയാ തലപ്പത്തിരുന്ന് എല്ലാവരെയും കാണിക്കുന്നത്? അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം നമ്പ്യാരെ, ഇതില് കൃത്യമായ ഭൂമാഫിയ ഇടപാടുകളുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചതും മനസ്സിലാക്കിയത്, കാസർഗോഡ് കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭൂമാഫിയ ഗ്രൂപ്പ്, അതിന്റെ തലപ്പത്ത് ഒരു രാഷ്ട്രീയ നേതാവുണ്ട്. ഞാൻ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പാർട്ടിയുടെ സ്ഥാനമാനങ്ങളൊക്കെ വന്നതില് അദ്ദേഹത്തിന് സ്ഥാനമാനം കൊടുത്തു എന്ന് വരെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോ ഷാജി സാറിനൊക്കെ പറയാൻ പറ്റും, കാരണം അവര് കണ്ണൂരുകാരാ, അവർക്ക് വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അതായത് ദിവ്യയെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ദിവ്യ വായ തുറക്കും, പ്രശാന്തിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പ്രശാന്ത് വായ തുറക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് പിന്നിലുള്ളവർ ആരാണെന്ന് പുറത്തു വരും. ഇതിവിടുത്തെ പോലീസിന് അറിയാത്തതല്ല, പോലീസിന്റെ കറപ്ഷനാണ് ഫസ്റ്റ് വൺ. ഇനി ഞാനിതില് ഈ നവീൻ ബാബുവിന്റെ ഇത് വാച്ച് ചെയ്തപ്പോ ജസ്റ്റിസ് കമാൽ പാഷ സാറിന്റെ വളരെ കൃത്യമായ അദ്ദേഹം എത്രയോ വർഷങ്ങളായി ജില്ലാ കോടതികൾ ജഡ്ജിയായിരുന്ന ആളും ഹൈക്കോടതിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹം ആ തൂങ്ങി മരണത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കൽ വശം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു. അത് വളരെ കൃത്യമായ, അതുപോലും അവിടുത്തെ ഡോക്ടർ, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അറിയാതെയല്ല. അപ്പൊ അവിടെ ഡോക്ടറും കറപ്റ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് ജുഡീഷ്യറി. ഈ ജുഡീഷ്യറി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതി ജഡ്ജി ആയാലും ഈ താഴെ കോടതി ജഡ്ജി ആയാലും ന്യൂസ് വായിക്കണമെന്നോ TV-ക്കാരത് കണ്ടിട്ടോ കമന്റ് അടിക്കാൻ പറ്റില്ല. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ദേ ആർ വെൽ ട്രെയിൻഡ്. അവർക്ക് ഈ ഡിഫക്ട്സുകളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഇതിലൊരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഉണ്ടെന്നും. ഇത് ഇവിടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല എന്ന് ഉറപ്പുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ഒരു വിധി വരാൻ. ഞാൻ എല്ലാ കേസും CBIക്ക് വിടണം എന്ന് പറയുന്ന ആളല്ല. അറ്റ്ലീസ്റ്റ് ഗവൺമെന്റിന് ഇത് സത്യസന്ധമായ ഒരു ഇതായിരുന്നെങ്കിൽ, ഗവൺമെന്റ് ജനങ്ങളുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്മയും ഒരു ഭാര്യയും അതുപോലെ ഒരു പെൺകുട്ടിയും അവർക്ക് അച്ഛനില്ലാതെയായി. അമ്പേരെ നിങ്ങൾ ആ ക്രിമേഷൻ സീൻ കണ്ടാൽ ആർക്കും ഒരു വിഷമം തോന്നുന്ന പോലെയുള്ള സീനുകളാ, കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ പോയിട്ട് ഒരു കോമാളിയെ പോലെ ആ കലക്ടർ നിൽക്കുന്നു. എന്നിട്ട് ഇവരുടെ ഒരു അസോസിയേഷൻ കയറി ന്യായീകരണ തൊഴിലാളികളാവുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതാണ് ഇവിടെ ഈ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരു ജഡ്ജിക്കെതിരെ അലിഗേഷൻ വന്നു, ഉടനടി ജഡ്ജസ് അസോസിയേഷൻ അവർ കയറിയ ഒരു പ്രസ്താവന. അത് കഴിഞ്ഞു അടുത്തത് വന്നു പോലീസ് അസോസിയേഷൻ, അവർക്കും ഒരു അസോസിയേഷൻ. അപ്പോ ഏത് കാലത്താണ് സാധാരണക്കാരനോട് നീതി കിട്ടുക? ഇപ്പോ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു കുറെ വാച്ച് ചെയ്തപ്പോ കണ്ടാണ്, വക്കീല് പോലും ട്വിസ്റ്റ് ചെയ്യുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന്. ഞാൻ മനസ്സിലാക്കിയത് അത് പിന്നീട് ട്വിസ്റ്റായി പോകുന്നു. അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ഉണ്ടാവായിരിക്കാം. ഹൈക്കോടതി അത് യൂഷ്വലി
ഹൈക്കോടതിയിൽ ചില വക്കീൽമാർ ചെയ്യുന്ന പരിപാടിയാണ്. ജാമ്യം തള്ളാറാകുമ്പോൾ മേ നോട്ട് ബി ലോവർ കോടതി കൺസിഡർ ചെയ്യാൻ എഴുതിയാൽ മതി എന്ന് പറയും. അതുപോലെ തള്ളാൻ പോയ സിറ്റുവേഷനിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാം. വളരെ സീനിയർ ആയിട്ടൊരു വക്കീലാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത നടപടികളിൽ ഫൈറ്റ് ചെയ്യണം. അത് ഇവിടെ ദോഷമായാൽ സുപ്രീം കോടതി ഉണ്ടല്ലോ, അതല്ലേ ചിന്ത വേണ്ടത്. അല്ലാതെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതിന്, സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കുന്നതിന് എതിര് നിൽക്കുന്ന സമയത്ത്, അവരുടെ നവീൻ ബാബുവിന്റെ വീട്ടുകാർ പോലും എതിർക്കുന്ന സമയത്ത് ഈ തര കാര്യങ്ങൾ ചെയ്താൽ എല്ലാവരുടെയും ദുരൂഹതയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു നമ്പ്യാരെ, ഇവിടെയാണ് മാധ്യമങ്ങൾ കുറച്ചും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇതിലെ പിന്നിൽ ആരാണ്? പ്രശാന്ത് ആരുടെ ബിനാമിയാണ്? ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഈ കംപ്ലീറ്റ് നെക്സസ് പുറത്തു വരിക. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് കോളർ കൊട്ടേഷനാണ്. പോലീസ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്, രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ എല്ലാ പരിപാടികളും ഉണ്ട്. ഞാനിതിപ്പോ പൊളിറ്റിക്കൽ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരന്റെ ജീവന് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത ഒരു പോലീസും അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ്. ഞാൻ രാജൻ റവന്യൂ മിനിസ്റ്ററുടെ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ഇത് കണ്ടു, ടി വിയിൽ എല്ലാവരും ചോദിച്ചപ്പോ അദ്ദേഹം അവരുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കിയല്ലോ, അവരുടെ ഫാക്ട് ഫൈൻഡിങ് എന്നാണ് രാജൻ പറഞ്ഞത്. ആ മിനിസ്റ്റർ പറഞ്ഞ ഫാക്ട് ഫൈൻഡിങ്ങിൽ എന്താണ്? ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് കൊടുത്തിരിക്കുന്നത്. ദിവ്യ ഈ പത്രസമ്മേളനം അല്ല, ഈ മീറ്റില് ഇയാളുടെ സെന്റ് ഓഫ് പാർട്ടിയിൽ വന്ന് പറഞ്ഞ എന്താ, അഴിമതി നടന്നിട്ടുണ്ട്. ഇപ്പൊ ദിവ്യക്ക് പറയാൻ പറ്റുമോ? ഇതിലെല്ലാത്തിനും ഉപരി ഏറ്റവും നാണക്കേടുണ്ടാക്കിയ കാര്യം, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി സ്വീകരിക്കുന്നു. ഇതിനും വലിയൊരു തെളിവ് എവിടെ വേണ്ടേ? അത് വേറൊരു ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരൻ അത് ചെയ്ത്, അല്ലെങ്കിൽ ഒരു BJP-ക്കാരൻ ചെയ്തു, വേറെ ഏതെങ്കിലും വെറുതെ ഇരിക്കുമോ ഇവിടുത്തെ CPM? നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത്രയും കോൺട്രവേഴ്സിയായ കേസിൽ പോലും അവിടെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു. അത് കാണിക്കുന്നത് ഇവരുടെ അഹങ്കാരം. അതായത് ഞങ്ങൾക്ക് എന്തും പറ്റും. അതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ജനങ്ങളാണ്. മീഡിയ ദയവ് ചെയ്ത് ഇത് അന്വേഷിക്കണം. ഈ ബിനാമി നിങ്ങൾ എഴുതി വെച്ചോളോ നമ്പ്യാരെ, കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചോ. കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഇപ്പോ പുതിയതായി സ്ഥാനം കിട്ടിയ ഒരു മിടുക്കനുണ്ട്. അവിടുത്തെ എല്ലാ ഭൂമാഫിയ ഇടപാട് കണ്ണൂർ, കാസർഗോഡ് ഭാഗത്ത് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബിനാമിയാണ് പ്രശാന്ത് എന്നാണ് പുറമേ നിന്ന് കിട്ടുന്ന ന്യൂസ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. കാരണം നിങ്ങൾക്ക് കൂടുതൽ സ്രോതസ് ഉണ്ട്, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. വക്കീലെ അത് പുറത്ത് വന്നിട്ടുണ്ട് ഇതിനകം തന്നെ.